ഹലോ സ്റ്റുഡൻസ്, പ്ലസ് വൺ അക്കൗണ്ടൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് അല്ലെ. റെക്ടിഫിക്കേഷൻ എറേഴ്സിൽ സ്ഥിരമായിട്ട് എക്സാമിനേഷൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന റെക്ടിഫിക്കേഷൻ എൻട്രീസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം കംപ്ലീറ്റ് എക്സാമിനേഷൻ ചോദിക്കുന്ന എല്ലാ എൻട്രീസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ കം ടു ദ ക്വസ്റ്റ്യൻ. ആദ്യമായിട്ട് നമുക്ക് എറേഴ്സ് ഓഫ് ഒമിഷന്റെയും എറേഴ്സ് ഓഫ് കമ്മീഷന്റെയും എൻട്രീസ് നമുക്ക് ഒന്നാണ് എക്സാമിന് ചോദിക്കാറ്. അപ്പൊ മൂന്നെണ്ണം നമ്മൾ എക്സാമ്പിൾ കൊടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. സോ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാഹുൽ വർത്ത് ₹3,000. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാഹുൽ വർത്ത് ₹3,000 വേർ നോട്ട് റെക്കോർഡഡ് അല്ലെ. എറേഴ്സ് ഓഫ് ഒമിഷൻ ആണ്. ഈ ട്രാൻസാക്ഷൻ വരികയാണെങ്കിൽ എങ്ങനെ നമുക്ക് കൊടുക്കാം? പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാഹുൽ ആണെങ്കിൽ അവിടെ ഒരു കംപ്ലീറ്റ് ഒമിഷൻ ആണെങ്കിൽ സെയിം ജേർണൽ എൻട്രി പാസ് ചെയ്യാം. സോ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ അല്ലെ, പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു രാഹുൽ എന്ന് പറയുന്ന എൻട്രി പാസ് ചെയ്യുന്നു. ആൻഡ് ദ സെയിം എമൗണ്ട് 3,000 നമുക്ക് റെക്കോർഡ് ചെയ്യാം. 3,000 റെക്കോർഡ് ചെയ്യാം. ഓക്കെ, 3,000 നമുക്ക് റെക്കോർഡ് ചെയ്ത് കൊടുക്കാം. വാട്ട് ഈസ് ദ നെക്സ്റ്റ് വൺ? പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം നവീൻ വർത്ത് ₹6,000 റെക്കോർഡഡ് ആസ് 600. ഇവിടെ എമൗണ്ട് കുറഞ്ഞു പോയില്ലേ? 6,000 ആയിരുന്നു റെക്കോർഡ് ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്ത് 600 ആണ്. അപ്പൊ 5,400 എന്തായി? കുറഞ്ഞു പോയി. അപ്പം കുറഞ്ഞു പോവുകയാണെങ്കിൽ സെയിം ജേർണൽ എൻട്രി പാസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? കുറഞ്ഞു പോയ എമൗണ്ട് കൊടുത്താൽ പോരെ. അപ്പൊ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം നവീൻ ആണ്. സോ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു നവീൻ, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു നവീൻ എന്നാണ് എൻട്രി വരിക. നവീൻ എന്ന് എഴുതിയിട്ട് 5,400 റെക്കോർഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, എമൗണ്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. എറേഴ്സ് ഓഫ് കമ്മീഷൻ ആണ്. സി പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം നവീൻ വർത്ത് ₹600 റെക്കോർഡ് 6,000. കൂടി പോവാലോ, എമൗണ്ട് കുറയൽ മാത്രമല്ലോ മിസ്റ്റേക്ക്, കൂടി പോവാലോ. 600 എന്നുള്ളത് 6,000, ഒരു 0 കൂടി പോയില്ലേ? അപ്പൊ 5,400 ഇവിടെ കൂടുകയാണ് ചെയ്തത്. അപ്പൊ സെയിം എൻട്രി പാസ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ ഓപ്പോസിറ്റ് ജേർണൽ എൻട്രി എഴുതണം. അപ്പൊ തേർഡ് കേസ് വരിക നവീൻ അക്കൗണ്ട് ഡെറ്റർ, നവീൻ അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ് സെയിം 5,400. ഇതാണ് എറേഴ്സ് ഓഫ് ഒമിഷന്റെയും കമ്മീഷന്റെയും എക്സാമിനേഷനിൽ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയാം, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. കാരണം കംപ്ലീറ്റ് ഒമിഷൻ ആവാം, അല്ലെങ്കിൽ ഇവിടെയുള്ള കമ്മീഷൻ ആവാം. അപ്പൊ ഇനി നമ്മൾ പോകുന്നത് മറ്റ് ഇമ്പോർട്ടന്റ് ആയ ട്രാൻസാക്ഷനിലേക്കാണ്. അതിൽ ഒന്നാമത്തത് സാലറി പെയ്ഡ് ടു ആന്റണി. എല്ലാ ക്വസ്റ്റിന്റെ അകത്തും നമുക്ക് സാലറിയുടെ അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് മാറിപ്പോകുന്നത് കാണാം. സാലറി പെയ്ഡ് ടു ആന്റണി ₹5,000 ഡെബിറ്റഡ് ടു ഹിസ് പേഴ്സണൽ അക്കൗണ്ട്. നമുക്കറിയാം ഈ ഇത്തരത്തിലുള്ള എൻട്രീസ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കറക്റ്റ് എൻട്രി റോങ് എൻട്രി എഴുതിക്കൊണ്ട് റെക്ടിഫിക്കേഷൻ എൻട്രിയിലേക്കാണ് വരിക. പക്ഷെ എക്സാമിനേഷന് നിങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ എൻട്രി മാത്രം മതി. ഇതിന്റെ കറക്റ്റ് എൻട്രി എന്താണ് നമുക്ക് നോക്കാം. കറക്റ്റ് എൻട്രി എന്താണ്? സാലറി കൊടുത്തു അല്ലേ, സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് കറക്റ്റ് എൻട്രി. വാട്ട് ഈസ് ദ എമൗണ്ട്? ₹5,000 ആണ് എമൗണ്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഇതിന്റെ റോങ് എൻട്രി എന്താ റോങ് ആയിട്ട് പോയത്? ഡെബിറ്റഡ് ഈസ് പേഴ്സണൽ അക്കൗണ്ട്. ആരാ പേഴ്സൺ? ആന്റണി അല്ലേ. ആന്റണി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് റെക്കോർഡ് ചെയ്തത്. എമൗണ്ട് ഒക്കെ സെയിം ആണ് അല്ലെ, എമൗണ്ട് ഒക്കെ സെയിം ആണ്. പക്ഷെ ഇവിടെ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം? ഇവിടെ റോങ് എന്താണ് മക്കൾ നോക്കുക. എന്താ റോങ്? ആന്റണിയാണ് റോങ് അല്ലെ. റോങ് ഡെബിറ്റ് എന്ന് പറയുന്നത് ആന്റണിയാണ്. ആന്റണി ഡെബിറ്റിലല്ലേ വരുന്നത്. അപ്പൊ ആന്റണി നമുക്ക് ക്യാൻസൽ ചെയ്യണം. ആന്റണിയെ ക്യാൻസൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആന്റണിയെ ഇങ്ങ് എടുക്കുന്നു, ആന്റണിക്ക് ഓപ്പോസിറ്റ് എന്ത് കൊടുക്കുന്നു? നമ്മൾ ഒരു ക്രെഡിറ്റ് കൊടുക്കുന്നു. ആന്റണിക്ക് ഒരു ക്രെഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആന്റണി എന്തായി? സോൾവ് ആയി. അപ്പൊ ടു ആന്റണി എന്നാണ് ഇവര്. ആന്റണി 5,000 അല്ലേ. ആന്റണി എന്തായി? ക്യാൻസൽ ആയി. ആന്റണിക്ക് ഒരു ഓപ്പോസിറ്റ് ക്രെഡിറ്റ് വന്നാൽ ആന്റണി ക്യാൻസൽ ആയല്ലോ. ഡെബിറ്റിൽ ആര് വരണം? ആക്ച്വലി എമൗണ്ട് ആരാ വരേണ്ടത്? സാലറി ആണ് വരേണ്ടത് അല്ലേ, സാലറി. സോ സാലറി അക്കൗണ്ട് ഡെറ്റർ 5,000. സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ആന്റണി ആണ് ഇവിടുത്തെ റെക്ടിഫിക്കേഷൻ എൻട്രി. ക്ലിയർ ആയെന്ന് കരുതുന്നു. സി ഇവിടെ റെക്ടിഫിക്കേഷൻ എൻട്രി മാത്രം മതി നിങ്ങൾക്ക് എക്സാമിനേഷന് പഠിക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയാണ് കറക്റ്റ് എൻട്രിയും റോങ് എൻട്രിയും നമ്മൾ എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. ഇതുപോലുള്ള മറ്റു ട്രാൻസാക്ഷനിൽ വരികയാണെങ്കിൽ റെന്റ് പെയ്ഡ് ടു ലാൻഡ് ലോഡ് ₹6,000 വാസ് ഡെബിറ്റഡ് ടു ലാൻഡ് ലോഡ്സ് അക്കൗണ്ട്. സെയിം ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്. ആക്ച്വൽ എൻട്രി, കറക്റ്റ് എൻട്രി എന്ന് പറയുന്നത് റെന്റ് പെയ്ഡ് ആണ്. റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് ആണ് കറക്റ്റ് എൻട്രി. സെയിം എമൗണ്ട് 6,000 then 6,000. ഓക്കെ, ബട്ട് ഹിയർ ദ റോങ് എൻട്രി. എന്താ മിസ്റ്റേക്ക്? ഡെബിറ്റഡ് ലാൻഡ് ലോഡ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ് എൻട്രി. റോങ് ആയി പോയത് 6,000 ആണ്. ഓക്കെ, എങ്ങനെ ക്യാൻസൽ ചെയ്യാം? എങ്ങനെ റെക്ടിഫൈ ചെയ്യാം? ലാൻഡ് ലോഡിന് ക്രെഡിറ്റ് കൊടുത്തോളൂ, ലാൻഡ് ലോഡ് ഒഴിവാക്കുക. ടു ലാൻഡ് ലോഡ്സ് അക്കൗണ്ട് 6,000 ആൻഡ് ഡെബിറ്റിൽ ആര് വരണം? റെന്റ് അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് 6,000. അപ്പം റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ലാൻഡ് ലോഡ് ആണ് ഇവിടുത്തെ റെക്ടിഫിക്കേഷൻ എൻട്രി. ക്ലിയർലി? എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് വൺ, ക്യാഷ് പെയ്ഡ് ടു അഞ്ജു ₹7,000 റെക്കോർഡ് ടു മഞ്ജൂസ് അക്കൗണ്ട്. പേര് മാറിപ്പോവാൻ സാധ്യത. കമ്മീഷൻ ആണ്. സി ക്യാഷ് പെയ്ഡ് ടു അഞ്ജു. വാട്ട് ഈസ് ദ കറക്റ്റ് എൻട്രി? ക്യാഷ് പെയ്ഡ് ടു അഞ്ജു ആണ്. സോ അഞ്ജു അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ് കറക്റ്റ് എൻട്രി വരുന്നത്. ₹7,000 ആണ് അല്ലെ, ₹7,000. ഇറ്റ് ഈസ് റെക്കോർഡ് ഇൻ ദ മഞ്ജൂസ് അക്കൗണ്ട്. എന്താ റോങ് ആയിട്ട് പോയത്?
എം മഞ്ജുവിന്റെ അക്കൗണ്ടിലായി അല്ലേ. മഞ്ജു അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ് റോങ്. സെയിം എമൗണ്ട് 7,000. ആരെ ക്യാൻസൽ ചെയ്യണം? നമുക്ക് മഞ്ജുവിനെ ക്യാൻസൽ ചെയ്യണം. മഞ്ജുവിനെ ക്രെഡിറ്റ് ചെയ്തോ. ടു മഞ്ജു 7,000. ഡെബിറ്റിൽ ആര് വരണം? 5 വരണം. അഞ്ജു അക്കൗണ്ട് ഡെറ്റർ ടു മഞ്ജു ആണ് ഇവിടുത്തെ റെക്ടിഫിക്കേഷൻ എൻട്രി എന്ന് പറയുന്നത്. എക്സാമിന് സ്ഥിരമായിട്ട് പേര് മാറിപ്പോന്ന് ചോദിച്ചാണ്. സഹീർ സക്കിയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ കാണാം. Then ₹40,000 paid for installation of a machinery debited to wages account. Installation of a machinery എന്ന് പറയുമ്പോൾ അത് machinery account തന്നെയാണ് വരേണ്ടത്. സോ കറക്റ്റ് എൻട്രി എന്ന് പറയുന്നത് machinery ആണ്. സോ machinery account debtor to cash ആണ് കറക്റ്റ് എൻട്രി. സെയിം എമൗണ്ട് 40,000 and 40,000. Right? What is a wrong? Wrong entry will be ഇവിടെ വേജസിലേക്ക് പോകുന്നു. വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് വേജസിലേക്ക് പോകുന്നു. സോ വേജസ് അക്കൗണ്ട് 40,000 ആണ്. 40,000 സെയിം നമുക്ക് മിസ്റ്റേക്ക് വന്നു. വേജസിനല്ലേ നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടത്, വേജസ് അല്ലേ റോങ് ആയിട്ട് വന്നത്. സോ ടു വേജസ് കൊടുക്കുക. ടു വേജസ് 40,000 rupees കൊടുക്കുന്നു. ആൻഡ് ഡെബിറ്റിൽ ആര് വരണം? മെഷീനറി വരണം. മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു വേജസ് 40,000. സോ ദിസ് ഇസ് ദ റെക്ടിഫിക്കേഷൻ എൻട്രി. വളരെ ഈസിയാണ് റെക്ടിഫിക്കേഷൻ എൻട്രിയിലേക്ക് വരാൻ. ഇവിടെ ക്രെഡിറ്റ് എല്ലാം പ്രശ്നം ഒന്നുമില്ലാതെ പോയിട്ടുണ്ടായിരുന്നു. ഡെബിറ്റ് ആയിരുന്നു മിസ്റ്റേക്ക് വന്നിരുന്നത് അല്ലേ. അപ്പൊ ഇനി അടുത്തത് പർച്ചേസ്ഡ് ഫർണിച്ചർ 20,000 ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. വാട്ട് ഈസ് ദ എറർ? പർച്ചേസ്ഡ് ഫർണിച്ചർ എന്ന് പറയുമ്പോൾ ഫർണിച്ചറിനാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. സോ കറക്റ്റ് ജേണൽ എൻട്രി ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ അല്ലേ. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഇസ് ദ കറക്റ്റ് എൻട്രി. ദാറ്റ് ഈസ് 20,000 and 20,000. ആൻഡ് ഇറ്റ് ഈസ് റെക്കോർഡ് ഇൻ ദ പർച്ചേസ് അക്കൗണ്ട്. റോങ് എൻട്രി എന്താടാ? പർച്ചേസിലാണ് വന്നത് അല്ലേ. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ് റോങ്. സെയിം എമൗണ്ട് ആയിരുന്നു അല്ലേ. എമൗണ്ട് ഒക്കെ സെയിം ആയിരുന്നു. പക്ഷേ ഇവിടെ റെക്ടിഫിക്കേഷൻ നടത്തണം. പർച്ചേസിന് ഒഴിവാക്കാൻ പോവുകയാണ്. ടു പർച്ചേസസ് എമൗണ്ട് എത്രയാ? 20,000. ഇനി ഏതാ വേണ്ടത്? ഡെബിറ്റിലേക്ക് ഫർണിച്ചറാ വേണ്ടത്. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ 20,000. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് ആണ് റെക്ടിഫിക്കേഷൻ എൻട്രി. അപ്പം എക്സാമിനേഷൻ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന റെക്ടിഫിക്കേഷൻ എൻട്രീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ റെക്ടിഫിക്കേഷൻ എൻട്രീസിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്ത് അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങുക.